10 വർഷം മുമ്പ് 2 കുട്ടികളെയും കയ്യിൽ കൊടുത്ത് ഭർത്താവ് എങ്ങോട്ടോ പോയി. അയാളുടെ ഒരു വിവരവുമില്ല. സ്വന്തമായിട്ട് വീടില്ല, ബന്ധുക്കളില്ല, ഒരു ജോലി പോലുമില്ല. കഷ്ടപ്പെട്ടാണ് 2 മക്കളെയും പോറ്റുന്നത്. പക്ഷെ എല്ലാ വർഷവും ഈ പെൺകുട്ടി പ്രസവിക്കും. പക്ഷെ കുട്ടികളെ കാണാനുമില്ല. ഇതൊരു കെട്ടുകഥയോ കടങ്കഥയോ ഒന്നുമല്ല. ആ ഞെട്ടിക്കുന്ന കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ് ചെയ്യൂ. ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ടു ഷീജാസ് ക്രിയേഷൻസ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നൊച്ചിക്കുളം എന്നൊരു ഗ്രാമം. ആ ഗ്രാമത്തിലെ പുള്ളുവൻകുളത്തിൽ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം പൊങ്ങി. നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഓടുകയാണ്. പുള്ളുവൻകുളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം കാണപ്പെടുന്നത്. പണ്ടൊരു പുള്ളുവനാണ് ആദ്യമായിട്ട് ഈ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന് പുള്ളുവൻകുളം എന്ന് പേര് കിട്ടുന്നത്. ഈ ആത്മഹത്യക്ക് ശേഷം പിന്നെ ആത്മഹത്യകളുടെ ഘോഷയാത്രയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഒരു കുഞ്ഞിനെ ആരാണ് ഈ കുളത്തിൽ കൊണ്ടിട്ടത്? നാട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുവാൻ തുടങ്ങി. അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്തെത്തി. പോലീസ് ആ കുഞ്ഞിൻ്റെ ശരീരം വിശദമായിട്ട് പരിശോധിച്ചു. കുളത്തിലെ വെള്ളം കുടിച്ചാണ് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. ആരോ കുഞ്ഞിനെ ജീവനോടെ അവിടെ കൊണ്ടിട്ടതാണെന്ന് പോലീസിന് മനസ്സിലായി. കുഞ്ഞ് ജനിച്ചിട്ട് 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ശരീരത്തിന് 2 ദിവസത്തെ പഴക്കവുമുണ്ട്. പോലീസ് ആ ഗ്രാമത്തിലെ ഓരോ വീടും കയറി ഇറങ്ങി അന്വേഷിക്കുവാൻ തുടങ്ങി. കാരണം ഏതെങ്കിലും സ്ത്രീ അടുത്തിടെ പ്രസവിച്ചിട്ടുണ്ടോ, അവിഹിത പ്രസവം എങ്ങാനും എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്താനാണ് പോലീസ് ശ്രമിച്ചത്. പക്ഷെ ആ ഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ ഡീസൻ്റ് ആയിരുന്നു. എല്ലായിടത്തും മിക്കതും 2, 3, 4 കുട്ടികളൊക്കെ ഉണ്ട്. അവരാരും ഇങ്ങനെ ഒരു കുറ്റം ചെയ്തതായിട്ട് കണ്ടുപിടിച്ചിട്ടുമില്ല. കുറേയൊക്കെ ഇതിൻ്റെ പിറകെ നടന്നിട്ടും പോലീസിന് ഒരു തുമ്പും കിട്ടുന്നുമില്ല. പിന്നെ ഈ കേസ് അന്വേഷണത്തിനായിട്ട് ആരും മുന്നോട്ട് വരാത്തതുമൊക്കെ പോലീസിനെ ഈ കേസ് അങ്ങ് മടുപ്പിക്കുകയാണ്. അങ്ങനെ ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് പോലീസ് ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ നാണക്കേട് കരുതി ആരോ അവിടെ കൊണ്ടിട്ടിട്ട് പോയി എന്ന നിലയിൽ ക്ലോസ് ചെയ്തു. വീണ്ടും 1 വർഷം കഴിഞ്ഞു. നൊച്ചിക്കുളത്തിനടുത്തുള്ള മറ്റൊരു മനോഹരമായ ഗ്രാമമായിരുന്നു വീരവൽ. കർഷകരായിരുന്നു അവിടെ കൂടുതലും താമസിച്ചിരുന്നത്. ഒരു ദിവസം അവിടെയുള്ള ഭൂതത്താൻ കാട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതശരീരം ഉറുമ്പരിച്ച നിലയിൽ അവിടുത്തെ നാട്ടുകാർ കാണുകയാണ്. എല്ലാവരും അവിടെ തടിച്ചു കൂടുകയാണ്. ആരാണ് ഈ നീചകർമ്മം ചെയ്തതെന്ന് നാട്ടുകാർ തമ്മിൽ ചോദിക്കുകയാണ്. ഉടനെ വിവരമറിഞ്ഞ് പോലീസും അവിടെ എത്തി. പോലീസ് ഈ കുഞ്ഞിൻ്റെ ശരീരം പരിശോധിച്ച ശേഷം ഇതിനെ കൊണ്ടിട്ടവർ എന്തായാലും ഈ ഗ്രാമത്തിൽ തന്നെ ഉള്ളവരാണെന്ന് ഉറപ്പിക്കുകയാണ്. അതോടെ ഓരോ സ്ത്രീകളെയും, ആ ഗ്രാമത്തിലെ ഓരോ സ്ത്രീകളെയും പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരു തുമ്പും പോലീസിന് കിട്ടിയില്ല. അവസാനം കുറേയൊക്കെ അന്വേഷിച്ച ശേഷം പോലീസും ഈ അന്വേഷണം നിർത്തുകയാണ്. വീണ്ടും 1 വർഷം കഴിഞ്ഞു. അടുത്ത സംഭവം നടക്കുന്നത് മുരുകമ്പെട്ടി എന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലെ ഒരു മാലിന്യ കൂമ്പാരത്തിലാണ് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതശരീരം കണ്ടുകിട്ടുന്നത്. ആ കാഴ്ച വളരെ ഭീകരമായിരുന്നു. കാരണം ഏതൊക്കെയോ മൃഗങ്ങളെ കടിച്ചു പറിച്ച് വലിച്ചിഴച്ച നിലയിൽ കയ്യും കാലൊന്നും ഇല്ലാതെയാണ് ആ മൃതദേഹം അവിടെ കിടന്നിരുന്നത്. ആദ്യത്തെ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുന്നത് 2018-ലും, രണ്ടാമത്തേത് 2019-ലും, ഇത് വന്നിട്ട് 2020-ലുമാണ്. പോലീസിന് ആകെ സംശയമായി. 3 ഗ്രാമങ്ങളിൽ എല്ലാ വർഷവും ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ. എല്ലാത്തിനും ഒരേ സമാനതകൾ ഉള്ളതുപോലെ പോലീസിന് തോന്നുകയാണ്. എന്തായാലും പോലീസ് ഇതോടെ അന്വേഷണം ഊർജിതമാക്കി. പോലീസ് പിന്നീട് ചെയ്തത് 3 കുഞ്ഞുങ്ങളുടെയും DNA കളക്ട് ചെയ്തു. DNA റിസൾട്ട് വന്നു. 3 കുഞ്ഞുങ്ങളുടെയും അമ്മയും അച്ഛനും ഒന്നാണെന്ന് അതിൽ തെളിഞ്ഞു. അപ്പോൾ ദമ്പതിമാരാണോ ഇതിന് പിന്നിൽ എന്ന് സംശയം തോന്നുകയാണ്. അങ്ങനെ പോലീസ് 3 ഗ്രാമങ്ങളിലെയും ദമ്പതിമാരെ ചുറ്റിപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. പക്ഷെ അങ്ങനെ ആരും കുറ്റം ചെയ്തതായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നീട് അവിഹിതമായിട്ട് ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ, അങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നതാണോ എന്നായി അന്വേഷണം. അങ്ങനെയും ഒന്നും തന്നെ പോലീസിന് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പോലീസ് നട്ടം തിരിയാൻ തുടങ്ങി. കേസ് അന്വേഷണം ആദ്യത്തെ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടിയ നൊച്ചിക്കുളത്തിൽ നിന്നും വീണ്ടും തുടങ്ങി. അവിടെ നിന്നും മാറിപ്പോയവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തു. ഇതുപോലെ 2ാമത്തെ ഗ്രാമത്തിൽ നിന്നും 3ാമത്തെ ഗ്രാമത്തിൽ നിന്നും മാറിപ്പോയവരുടെയൊക്കെ ലിസ്റ്റ് ആദ്യം എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് എടുത്തപ്പോൾ ഇതിലൊക്കെ ഗ്രാമങ്ങളിൽ നിന്നും ജോലി കിട്ടിപ്പോയവരും കൃഷി ആവശ്യത്തിന് പുറത്തു പോയവരും ഒക്കെ ഉണ്ടായിരുന്നു.
ഈ 3 ലിസ്റ്റും ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ പോലീസിന്റെ കണ്ണിൽ ഒരു കാര്യം വരികയാണ്. അതായത് ഈ 3 ഗ്രാമത്തിൽ നിന്നും ഒരാൾ മാത്രം തുടരെ താമസം മാറിക്കൊണ്ടിരിക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ മറ്റൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസ് എടുത്തു. അവരുടെ പേരാണ് മുത്തുമാരി. കഴിഞ്ഞ 10 വർഷമായിട്ട് മുത്തുമാരി ഭർത്താവുമായി പിണങ്ങിപ്പിരിഞ്ഞ് 2 മക്കളുമൊത്ത് ജീവിക്കുകയാണ്. ടൗണിലൊരു ടെക്സ്റ്റൈൽസിൽ മുത്തുമാരി ജോലിക്കും പോകുന്നുണ്ട്. പോലീസ് ചിന്തിച്ചത് 10 വർഷമായിട്ടും ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഇവർക്ക് എന്തായാലും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല. അതുമാത്രവുമല്ല 2 മക്കളെ വളർത്തുന്ന ഒരമ്മയാണ് അവർ. ഒരിക്കലും ഇവർക്ക് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാനും തോന്നില്ല. എന്തായാലും ഗ്രാമങ്ങൾ മാറി മാറി താമസിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ സംശയം മുത്തുമാരിയിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തുമാരിയുടെ DNA ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ DNA ടെസ്റ്റ് റിപ്പോർട്ടും വന്നു. ശരിക്കും പോലീസ് ഞെട്ടിപ്പോയി. ഈ മരിച്ച 3 കുഞ്ഞുങ്ങളുടെയും DNAയുമായി മുത്തുമാരിയുടെ DNA മാച്ച് ആവുകയാണ്. അതായത് ഇവരാണ് ആ 3 കുഞ്ഞുങ്ങളുടെയും അമ്മ. മുത്തുമാരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ മുത്തുമാരി പറഞ്ഞത് കേട്ട് പോലീസുകാർ വീണ്ടും ഞെട്ടിപ്പോയി. ഒരമ്മയും മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയുടെ ചുരുളുകൾ അങ്ങനെ അഴിഞ്ഞു. ഈ മുത്തുമാരിയുടെ ഭർത്താവായ മാടസ്വാമി 10 വർഷം മുമ്പ് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഇവരെയും 2 മക്കളെ ഉപേക്ഷിച്ച് പോകുന്നു. പിന്നെ ഇവർ മക്കളെയും കൊണ്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം മാറുകയാണ്. ആ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ശശികുമാറുമായി ഈ സ്ത്രീ പ്രേമബന്ധത്തിലാവുന്നു. അയാൾക്ക് ഭാര്യയും വലിയ മക്കളുമൊക്കെ ഉണ്ട്. അയാളിൽ നിന്ന് മുത്തുമാരി ഗർഭിണിയാവുന്നു. അവൾ പ്രസവിക്കുന്നു. പുറത്തെറിഞ്ഞാൽ നാണക്കേടാവുമെന്ന് കരുതി ഇവർ 2 പേരും ബൈക്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. തൊട്ടടുത്തുള്ള പുള്ളുവൻകുളത്തിലേക്ക് ശശികുമാർ തന്നെ ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. പിന്നീട് ആ ഗ്രാമത്തിൽ നിന്നാൽ പോലീസ് പിടിക്കുമെന്ന് മനസ്സിലായി ഇവർ ആ ഗ്രാമം വിട്ട് വീരബൽ ഗ്രാമത്തിലേക്ക് ചേക്കേറുന്നു. വീണ്ടും മുത്തുമാരിക്കും ശശികുമാറിനും കുഞ്ഞുണ്ടാവുന്നു. ഇവർ അവിടെയുള്ള ഭൂതത്താൻ കാട്ടിൽ കൊണ്ട് ആ കുഞ്ഞിനെയും ഉപേക്ഷിക്കുന്നു. ശേഷം ആ ഗ്രാമവും വിടുന്നു. അവസാനം ഇവർ മുരുവൻപെട്ടിലെത്തുന്നു. അവിടെ വച്ചും ഇവൾ പ്രസവിക്കുന്നു. ഇത്തവണ കാടും കുളവും ഒന്നും കണ്ടില്ല. അതുകൊണ്ട് കുഞ്ഞിനെ ഒരു മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. അതാവുമ്പോൾ കുറുനരിയും ചെന്നായും ഒക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് കുഞ്ഞിനെ അവറ്റകൾ ഭക്ഷിച്ചോളും എന്ന് കരുതിയാണ് അവിടെ കൊണ്ടിടുന്നത്. അടുത്ത 4ാമത്തെ ഗ്രാമത്തിൽ ഇവർ എത്തി. വീണ്ടും ഈ ക്രൂരത ആവർത്തിക്കുന്നതിന് മുൻപേ പോലീസ് പിടികൂടി. ഒരമ്മയ്ക്ക് ഇത്ര ലാഘവത്തോടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പ്രസവിച്ച് കൊല്ലാൻ കഴിയുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരുത്തരും ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് ചികിത്സകളും പ്രാർത്ഥനകളുമായി അലയുമ്പോൾ ഒരറ്റത്ത് ഇങ്ങനെയും ചില അമ്മമാർ ഒരു ദാക്ഷിണ്യം ഇല്ലാതെയാണ് മക്കളെയൊക്കെ വകവരുത്തുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ക്രൂരത കേട്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ. ഒരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.